ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ മാന്ത്രികൻ AR റഹ്മാനെ കുറിച്ച് പറയാൻ പലർക്കും ഉണ്ടാകുക ഇതാണ്. മണിരത്നം സംവിധാനം ചെയ്ത റോജയിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറിയ റഹ്മാൻ 32 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നേടാത്ത നേട്ടങ്ങളില്ല. തന്റെ മാസ്മരിക സംഗീതത്തിലൂടെ ലോകത്താകമാനം ആരാധകരെ സൃഷ്ടിച്ച മദ്രാസിന്റെ മൊസാർട്ട് ഇന്നും പലരുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഗാനങ്ങൾ ഒരുക്കുന്നതിൽ പിന്നോട്ടു പോയിട്ടില്ല. തന്റെ 11ാം വയസ്സിൽ ക്രോസ് ബെൽറ്റ് മണിയുടെ പെൺപട എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. 1992 പുറത്തിറങ്ങിയ യോദ്ധ എന്ന മലയാള ചിത്രത്തിനാണ് സിനിമയിൽ AR റഹ്മാൻ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. 1992 മണിരത്നത്തിന്റെ റോജ എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ സിനിമാ സംഗീത ലോകത്ത് റഹ്മാൻ ശ്രദ്ധേയനായി. ലോകത്തിലെ ഏറ്റവും മികച്ച 10 ചലച്ചിത്ര പിന്നണി ഗാനങ്ങളിൽ ഒന്നായി ടൈം മാഗസിൻ റോജയിലെ ഗാനങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു. സ്ലം ഡോഗ് മില്യണർ എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന് 2009 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം AR റഹ്മാനെ തേടിയെത്തി. ഈ ചിത്രത്തിന് തന്നെ 2009 ഓസ്കാർ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഓസ്കാർ അവാർഡ് നിർണയ സമിതിയിലേക്കും റഹ്മാനെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2010 ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ചലച്ചിത്ര ഗാനത്തിനും ദൃശ്യമാധ്യമത്തിനായി നിർവഹിച്ച മികച്ച ഗാനത്തിനുമുള്ള പുരസ്കാരം ഇദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച സ്ലം ഡോഗ് മില്യണറിലെ ജയഹോ എന്ന ഗാനം നേടി. സംഗീത രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യയിലെ 3ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരവും റഹ്മാന് ഭാരത സർക്കാർ നൽകുകയുണ്ടായി. 1990കളുടെ തുടക്കത്തിൽ തന്റെ ഇൻഹൌസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. തുടർന്ന് മണിരത്നത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ബോംബെ, ദി അർബൻ, കാതലൻ, തിരുടാ തിരുടാ, S. ശങ്കറിന്റെ ആദ്യ ചിത്രമായ ജെന്റിൽമാൻ എന്നിവയുൾപ്പെടെ തമിഴ് ഭാഷാ ചിത്രങ്ങൾക്ക് അദ്ദേഹം നിരവധി ഗാനങ്ങൾ രചിച്ചു. തന്റെ ആദ്യ ഹോളിവുഡ് ചിത്രമായ കപ്പിൾസ് റിട്രീറ്റിലെ കോമഡി ചിത്രത്തിന് റഹ്മാന്റെ സംഗീത സംവിധാനം മികച്ച സംഗീതത്തിനുള്ള BMI അവാർഡ് നേടി. സ്ലം ഡോഗ് മില്യണർ എന്ന ചിത്രത്തിന്റെ അദ്ദേഹത്തിന്റെ സംഗീതം 81ാമത് അക്കാദമി അവാർഡുകളിൽ മികച്ച ഒറിജിനൽ സ്കോർ, മികച്ച ഒറിജിനൽ ഗാനം എന്നിവയ്ക്ക് അദ്ദേഹത്തിന് അർഹത നേടിക്കൊടുത്തു. 2010 ഗ്രാമി അവാർഡുകളിൽ മികച്ച സമാഹാര സൗണ്ട് ട്രാക്ക് ആൽബത്തിനും വിഷ്വൽ മീഡിയയ്ക്കായി എഴുതിയ മികച്ച ഗാനത്തിനുമുള്ള അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. മലയാളം, തമിഴ് ചലച്ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയിരുന്ന RK ശേഖറിന്റെ മകനായി 1966 ജനുവരി 6 അദ്ദേഹത്തിന്റെ ജനനം. തമിഴ്നാട്ടിലെ മദ്രാസിലായിരുന്നു ജനിച്ചത്. ബാല്യകാലത്ത് തന്നെ കീബോർഡ് വായിച്ചുകൊണ്ട് റഹ്മാൻ തന്റെ അച്ഛനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ സഹായിച്ചിരുന്നു. അദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയുണ്ടായി. പിന്നീട് തന്റെ അച്ഛന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് റഹ്മാനും കുടുംബവും കഴിഞ്ഞത്. അമ്മയായ കരീമയുടെ മേൽനോട്ടത്തിലായിരുന്നു റഹ്മാൻ വളർന്നത്. തുടർന്ന് പത്മ ശേഷാദ്രി ബാലഭവനിൽ പഠിക്കുന്ന സമയത്ത് റഹ്മാൻ ജോലി ചെയ്യേണ്ടി വരികയും ഇതിന്റെ ഫലമായി ക്ലാസുകൾ നഷ്ടപ്പെടുകയും പരീക്ഷകളിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന രാജലക്ഷ്മി പാർത്ഥസാരഥി റഹ്മാനെയും അമ്മയെയും ശകാരിക്കുകയും പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അടുത്ത വർഷം റഹ്മാൻ MCN എന്ന മറ്റൊരു സ്കൂളിൽ പഠനം തുടർന്ന് സംഗീതത്തിലുള്ള അഭിരുചി കാരണം റഹ്മാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. ഈ സ്കൂളിൽ വെച്ച് ജിം സത്യയെ പോലെയുള്ള സഹപാഠികളോടൊപ്പം ചേർന്ന് അവിടെയുള്ള സംഗീത ബാനറിൽ ചേരുകയുണ്ടായി. എന്നാൽ പിന്നീട് സംഗീത മേഖലയിലെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചപ്പോൾ പഠനവും സംഗീതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ഒടുവിൽ പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇക്കാലത്ത് ശിവമണി, ജോൺ അന്തോണി, രാജ തുടങ്ങിയ ബാല്യകാല സുഹൃത്തുക്കളോടൊപ്പം റൂട്ട്സ് പോലെയുള്ള സംഗീത ട്രൂപ്പുകളിൽ കീബോർഡ് വായനക്കാരനായും ബാൻഡുകൾ സജ്ജീകരിക്കുന്നതിനും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ചെന്നൈ ആസ്ഥാനമായ നെമിസിസ് അവന്യൂ എന്ന റോക്ക് ഗ്രൂപ്പും റഹ്മാൻ സ്ഥാപിച്ചിരുന്നു. കീബോർഡ്, പിയാനോ, സിന്തസൈസർ, ഹാർമോണിയം, ഗിറ്റാർ തുടങ്ങിയ ഉപകരണങ്ങളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന റഹ്മാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് സിന്തസൈസറിനെയായിരുന്നു. മാസ്റ്റർ ധനരാജിന്റെ കീഴിലായിരുന്നു ആദ്യകാല പരിശീലനം നടത്തിയിരുന്നത്. തന്റെ 11ാം വയസ്സിൽ റഹ്മാൻ മലയാള ചലച്ചിത്ര സംവിധായകനും RK ശേഖറിന്റെ അടുത്ത സുഹൃത്തുമായ MK അർജുനൻ മാസ്റ്ററിന്റെ ഓർക്കസ്ട്രയിൽ പ്രവർത്തിക്കുകയുണ്ടായി. അക്കാലത്ത് ഇളയരാജ അടക്കം നിരവധി സംഗീതജ്ഞർ റഹ്മാന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നു. പിന്നീട് MS വിശ്വനാഥന്റെ ഓർക്കസ്ട്രയിൽ അംഗമായി. സാക്കിർ ഹുസൈൻ, കുന്നക്കുടി വൈദ്യനാഥൻ, L. ശങ്കർ എന്നിവരുടെ കൂടെയും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. ശേഷം ലണ്ടനിലെ ട്രിനിറ്റി സംഗീത കോളേജിൽ സ്കോളർഷിപ്പ് ലഭിക്കുകയും അവിടെ പാശ്ചാത്യ ക്ലാസിക് സംഗീതത്തിൽ ബിരുദം നേടുകയും ചെയ്തു. മദ്രാസിൽ പഠിച്ചുകൊണ്ട് ഈ സ്കൂളിൽ നിന്നും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയുണ്ടായി.
1984 സഹോദരി രോഗബാധിതയായ സമയത്താണ് ഖാദിരിയ ത്വരീഖത്തിനെ കുറിച്ച് റഹ്മാൻ അടുത്തറിയുന്നത്. 1989 തന്റെ 23-ാമത്തെ വയസ്സിൽ റഹ്മാനും കുടുംബാംഗങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കുകയും അല്ലാരഗ റഹ്മാൻ എന്ന് പേര് മാറ്റുകയും ചെയ്തു. ഇന്ത്യയിലെ വിവിധ ടെലിവിഷൻ ചാനലുകൾക്ക് വേണ്ടിയും പരസ്യങ്ങൾക്ക് വേണ്ടിയും പാശ്ചാത്യ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് AR റഹ്മാൻ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവരുന്നത്. 1987 അന്നത്തെ പ്രശസ്തരായ വാച്ച് നിർമ്മാതാക്കളായിരുന്ന ഹൈദരാബാദ് സർക്കാരിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന അൽവൈൻ കമ്പനിയുടെ വാച്ചുകളുടെ പരസ്യത്തിന് പശ്ചാത്തല സംഗീതം നിർവഹിച്ചു. കൂടാതെ വിഖ്യാത പാശ്ചാത്യ സംഗീതക്കാരനായിരുന്ന മൊസാർട്ടിന്റെ 25-ാം സിംഫണിയെ ആസ്പദമാക്കിക്കൊണ്ട് കമ്പോസ് ചെയ്ത ടൈറ്റൻ വാച്ചിന്റെ പരസ്യത്തിലെ പശ്ചാത്തല സംഗീതവും അതിവേഗത്തിൽ പ്രശസ്തമാവുകയുണ്ടായി. 1992 തന്റെ പുതിയ ചലച്ചിത്രമായ റോജയിലെ ഗാനങ്ങൾക്ക് വേണ്ടി മണിരത്നം AR റഹ്മാനെ സമീപിച്ചു. റോജയുടെ തമിഴ് പതിപ്പിന്റെയും ഹിന്ദിയിൽ ഡബ് ചെയ്ത് പുറത്തിറങ്ങിയ പാട്ടും വളരെയധികം പ്രശസ്തമാവുകയുണ്ടായി. മിൻമിനി ആലപിച്ച ഈ ചലച്ചിത്രത്തിലെ ചിന്ന ചിന്ന ആസെ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തുടർന്ന് പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളെല്ലാം നിരൂപകരുടെ പ്രശംസ നേടുകയും ചെയ്തു. അങ്ങനെ നിരവധി ഗാനങ്ങൾ. രജനീകാന്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മുത്തു എന്ന ചലച്ചിത്ര ജപ്പാനിൽ വളരെ വലിയ പ്രദർശന വിജയം നേടിയതോടെ AR റഹ്മാന്റെ ഗാനങ്ങൾക്ക് ജപ്പാനിലും വലിയ ജനപ്രീതി ലഭിക്കുകയുണ്ടായി. പാശ്ചാത്യ സംഗീതവും കർണാടക സംഗീതവും തമിഴ്നാട്ടിലെ നാടോടി സംഗീത പാരമ്പര്യവും റോക്ക് സംഗീതവും ഒരേപോലെ പ്രയോഗിക്കാനുള്ള റഹ്മാന്റെ വൈദഗ്ധ്യം 90കളിൽ പുറത്തിറങ്ങിയ ഗാനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് കാരണമായി തീർന്നു. 1995 മണിരത്നം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബോംബെ എന്ന ചലച്ചിത്രത്തിന്റെ ശബ്ദ ട്രാക്കിന്റെ 15 മില്യൺ കോപ്പികൾ ലോകവ്യാപകമായി വിറ്റഴിക്കപ്പെടുകയുണ്ടായിരുന്നു. കൂടാതെ ഈ ചലച്ചിത്രത്തിൽ ഉപയോഗിച്ച ബോംബെ തീം പിന്നീട് റഹ്മാൻ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ദീപ മേത്തയുടെ ഫയർ എന്ന ചലച്ചിത്രത്തിലും ഉപയോഗിക്കപ്പെട്ടു. 1997 രാജീവ് മേനോൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മിൻസാര കനവ് എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾക്ക് 2ാമത്തെ തവണ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും മികച്ച തമിഴ് സംഗീത സംവിധായകനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 6 പ്രാവശ്യം തുടർച്ചയായ റഹ്മാൻ ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പുറത്തിറങ്ങിയ സംഗമം, ഇരുവർ എന്നീ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീടും നിരവധി ഹിറ്റുകൾ പിറന്നു. 2005 റഹ്മാൻ തന്റെ ഉടമസ്ഥതയുള്ള പശ്ചത്താൻ റെക്കോർഡ് ഇൻ സ്റ്റുഡിയോ വിപുലീകരിച്ച് AM സ്റ്റുഡിയോസ് എന്ന പേരിൽ ചെന്നൈയിലെ കോടമ്പാക്കത്ത് പുതിയ സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തു. ഏഷ്യയിലെ തന്നെ പ്രശസ്തമായ സ്റ്റുഡിയോകളിൽ ഒന്നാണ് ഇത്. തൊട്ടടുത്ത വർഷം സ്വന്തം ഉടമസ്ഥതയിൽ KM മ്യൂസിക് എന്ന പേരുള്ള മ്യൂസിക് ലേബലും റഹ്മാൻ സൃഷ്ടിക്കുകയുണ്ടായി. സില്ലിനൊരു കാതിൽ എന്ന ചലച്ചിത്രമായിരുന്നു ഈ ലേബലിന്റെ കീഴിൽ ആദ്യമായി പുറത്തിറങ്ങിയത്. 2009 പുറത്തിറങ്ങിയ കപ്പിൾസ് റിട്രീറ്റ് ആയിരുന്നു റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യത്തെ ഹോളിവുഡ് ചലച്ചിത്രം. മികച്ച സംഗീതത്തിനുള്ള BMI ലണ്ടൻ പുരസ്കാരം ഈ ചലച്ചിത്രത്തിന് ലഭിച്ചു. 2010 ഗൗതം മേനോൻ സംവിധാനം ചെയ്ത പ്രണയ ചലച്ചിത്രമായ വിണ്ണൈ താണ്ടി വരുവായ, S ശങ്കർ സംവിധാനം ചെയ്ത ശാസ്ത്രകഥ ചലച്ചിത്രമായ എന്തിരൻ, ഡാനി ബോയിൻ സംവിധാനം ചെയ്ത 127 അവേഴ്സ്, ഇംതിയാസ് അലി സംവിധാനം ചെയ്ത റോക്ക് സ്റ്റാർ എന്നീ ചലച്ചിത്രങ്ങളുടെ സംഗീത സംവിധായകനായി റഹ്മാൻ പ്രവർത്തിക്കുകയുണ്ടായി. 2014 വിവിധ ഭാഷകളായി ആകെ 12 ചലച്ചിത്രങ്ങൾക്ക് റഹ്മാൻ ചലച്ചിത്ര സംവിധാനം നിർവഹിച്ചു. അങ്ങനെ തുടങ്ങി 2025 ജാവ എന്ന ചിത്രത്തിന് സംഗീതം നൽകിയതുവരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം. എന്റർടൈൻമെന്റ് ഡെസ്ക് IBN മലയാളം.